ആസാം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം, പുതുച്ചേരി 5 സംസ്ഥാനങ്ങളിലേക്കായിരുന്നു ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് കേന്ദ്ര കമ്മീഷൻ പറഞ്ഞിരുന്നത്. അതിൽ കേരളം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏപ്രിൽ 23 എന്ന് പറഞ്ഞാൽ ഇത് 19 19ഉം 20ഉം 4 ദിവസം കഴിയുമ്പോൾ 2026 ഏപ്രിൽ 23 വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിൽ. മെയ് 4 തന്നെയാണ് അതിൻ്റെയും റിസൾട്ട് വരുന്നത്. കേരളത്തിൽ റിസൾട്ട് വരുന്ന അതേ ദിവസം തന്നെയാണ് മെയ് 4 റിസൾട്ട് വരുന്നത്. ആകെയുള്ള 234 മണ്ഡലങ്ങളിൽ 118 സീറ്റുകൾ പിടിക്കുന്ന ആളുകൾക്ക് ഭരിക്കാൻ പറ്റും. 117 തുല്യത, 118 സീറ്റ് പിടിക്കുന്നവർക്ക് ഭരിക്കാൻ പറ്റും. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദ്രാവിഡ മുന്നേറ്റവുമായി ബന്ധപ്പെടുത്തി പ്രാദേശിക പാർട്ടിയായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, MGRന്റെ കാലം മുതൽ അണ്ണാദുരൈയുടെ, MGR അല്ല കുറച്ചുകൂടെ മുന്നേ പറഞ്ഞാൽ അണ്ണാദുരൈയുടെ കാലം മുതൽ അത് സിനിമാ രാഷ്ട്രീയവുമായി വളരെ കൃത്യമായി ബന്ധിപ്പിച്ച് നിൽക്കുന്നു. ആദ്യം വന്നത് അണ്ണാദുരൈ വന്നു. GK മൂപ്പനാരുടെ നേതൃത്വത്തിലുള്ള വലിയ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്ന സംസ്ഥാനമാണ്. പക്ഷേ അത് മാറി. മൂപ്പനാരുടെ കാലം കഴിഞ്ഞോടുകൂടി അതെല്ലാം മാറി. പിന്നെ നെഹ്റുവിൻ്റെ കാലത്ത് കുറച്ചുകൂടി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്തുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലേറ്റസ്റ്റായി GK മൂപ്പനാരുടെ കാലമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അണ്ണാദുരൈ വരുന്നു. അണ്ണാദുരൈയുടെ രാഷ്ട്രീയത്തിന് ശേഷം MGR വരുന്നു. MGRന് ശേഷം ജയലളിത വരുന്നു. അതിനിടയിൽ കരുണാനിധി വരുന്നു. ഇപ്പോൾ കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ കരുണാനിധി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനുണ്ട്. അങ്ങനെ DMK വളരെ വലിയ ശക്തിയായി തന്നെ തമിഴ്നാട്ടിൽ ഉണ്ട്. പക്ഷേ DMKയും ADMKയും മാറി മാറി അവിടെ ഭരിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ബംഗാൾ പോലെ മറ്റു സംസ്ഥാനം പോലെ തുടർച്ചയായി അങ്ങനെ ഭരണം വരുന്നതല്ല. അവർ MK സ്റ്റാലിൻ്റെ കീഴിൽ വീണ്ടും ശക്തമായ ഒരു ഗവൺമെൻറ് വരുത്താനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത്. ADMK 2-3 കഷ്ണമായി പിരിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കഷ്ണം നിൽക്കുന്നത് BJPയുടെ കൂടെയാണ്. ഇന്നലെ BJP മോദി കോയമ്പത്തൂരിൽ വന്ന് വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ TVK, പിന്നെ തമിഴ് വെട്രി കഴകം എന്ന പേരിൽ TVK എന്ന പേരിൽ വിജയ്, സൂപ്പർ സ്റ്റാർ വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് DMKയുടെ നേതൃത്വത്തിലുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് SPA ആണ് 21 തെരഞ്ഞെടുപ്പിൽ സഖ്യം 159 സീറ്റുകൾ നേടി സ്റ്റാലിനെ മുഖ്യമന്ത്രി അധികാരത്തിൽ. DMKക്ക് നിലവിൽ 133 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. ഏറ്റവും ശക്തമായ ഒരു പാർട്ടിയാണ് അവിടുത്തെ. എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന AIDMK നേതൃത്വത്തിലുള്ള സഖ്യമാണ് പ്രധാന പ്രതിപക്ഷം. അതിനകത്ത് BJP ഉണ്ട്. 21-ൽ AIDMK 66 സീറ്റുകൾ നേടിയിരുന്നെങ്കിലും രാജികൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, ആഭ്യന്തര മാറ്റങ്ങൾ എന്നിവ കാരണം നിയമസഭയിലെ അംഗബലം 60 ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60 അംഗങ്ങൾ മാത്രമേ AIDMKക്കുള്ളൂ. 133 അംഗങ്ങൾ ആർക്കുണ്ട്? DMKക്കുണ്ട്. യഥാർത്ഥത്തിൽ DMKയുടെ പ്രകടനം, വോട്ടർമാരുടെ വിശ്വാസമുണ്ടാക്കാൻ AIDMKയുടെ ശ്രമം പരമ്പരാഗത വോട്ട് ബാങ്കുകളെ തകർക്കാനുള്ള ശ്രമിക്കുന്ന വളർന്നു വരുന്ന ചെറിയ കളിക്കാരും ചെറിയ കക്ഷികളും. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു രസകരമായ കാര്യം പറഞ്ഞു തന്നാൽ, തമിഴ്നാട്ടിൽ പല മണ്ഡലങ്ങളിലും SDPIക്ക് വോട്ട് പിടിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചാണ്. കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൊടിയും SDPIയുടെ കൊടിയും കൂടെ ഒന്നിച്ച് വെച്ച് കുടിച്ചുകൊണ്ട് SDPIക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും വോട്ട് പിടിക്കുന്ന തമിഴ്നാടും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ തന്നെയുണ്ട്. വളരെ രസകരമായ രീതിയിലാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പോകുന്നത്. വെറും ഒരു AIDMK DMK പോരാട്ടമായിട്ടല്ല അവിടെ നടക്കുന്നത്. ചെറിയ പാർട്ടികൾക്കും വലിയ പങ്കാണ് അവിടെയുള്ളത്. 118 സീറ്റുകളുടെ ഭൂരിപക്ഷം കടന്നാൽ ഒരു 10-15 സീറ്റുകളുടെ സ്വിംഗിങ് പോലും വന്നാൽ സർക്കാർ ഉപയോഗിക്കുന്നവരെ പൂർണ്ണമായി മാറ്റാൻ കഴിയും. പോളിംഗ് തീയതി ഞാൻ പറഞ്ഞു, 2026 ഏപ്രിൽ 23. വോട്ടെണ്ണൽ മെയ് 4. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റാണ്. ആകെ വോട്ടർമാർ 5.67 കോടി ആളുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിലൊന്നായി തമിഴ്നാടിനെ മാറ്റുന്നത് വോട്ടർമാരുടെ അടിത്തറയാണ്. അവർ DMK അല്ലെങ്കിൽ AIDMK ഈ ഒരു കക്ഷിയിൽ തന്നെ നിൽക്കുകയാണ്. അണ്ണാമലയെ കൊണ്ടുവന്നുകൊണ്ട് വലിയ ഒരു പരീക്ഷണം BJP നടത്തിയെങ്കിലും അത് വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ വലിയ തോതിലുള്ള ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്ന വലിയ ആനുകൂല്യങ്ങൾ, അവിടെ ബസ് സൗജന്യം, തയ്യൽ മെഷീൻ കൊടുക്കുക, ലാപ്ടോപ്പ് കൊടുക്കുക, കമ്പ്യൂട്ടർ കൊടുക്കുക, ഇങ്ങനെ പിന്നെ ക്യാമറ കൊടുക്കുക, സൈക്കിൾ കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് രീതിയിൽ അതുപോലെ പൊങ്കലിന് പൈസ കൊടുക്കുക, വിഷുവിന് പൈസ കൊടുക്കുക, ഇങ്ങനെ വലിയ ഓണത്തിനില്ല, വിഷു പൊങ്കലിനൊക്കെ പൈസ കൊടുക്കുക. ഇങ്ങനെ വലിയ തോതിലാണ് അവിടെ ഈ ഇൻസെൻറ്റീവ്സ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും DMKയും DMKയും തമ്മിലുള്ള പ്രധാന മത്സരം. DMK പക്ഷത്ത് BJPയും കൂടെയുണ്ട്. പിന്നെ തമിഴ് വെട്രി കഴകം TVKയുടെ വിജയിയുടെ പാർട്ടിയും അവിടെ മത്സരിക്കുന്നുണ്ട്. അവിടെ പ്രധാന സഖ്യകക്ഷികളെ യഥാർത്ഥത്തിൽ ജിജ്ഞാസയുണ്ട്. അവിടെ പോളിംഗ് മുമ്പ് അവരുടെ സന്ദേശമേഖ നേതൃത്വം, പ്രൊജക്ഷൻ, സീറ്റ് പങ്കിടൽ തന്ത്രം എന്നിവ തന്നെ
രൂപപ്പെടുത്തുന്നു. എന്നാൽ ADMKയും DMKയും തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അതിൽ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നത് DMK തന്നെയാണ്. MK സ്റ്റാലിനെ ജനങ്ങൾ അംഗീകരിച്ച രീതിയിലാണ് കൊണ്ടുപോകുന്നത്. സ്റ്റാലിനും ഒരു സിനിമാ നടനാണ്, സ്വാഭാവികമായി DMK കരുണാനിധിയുടെ മകനാണ്. അപ്പോൾ വലിയൊരു പേരും പെരുമയുമുണ്ട്. എന്തായാലും മതേതര പുരോഗമന സഖ്യം എന്ന പേരിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK ആണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. അതിന് പ്രാദേശിക കക്ഷികൾ, ഇടതുപക്ഷ കക്ഷികളുടെയും BCK, മറ്റ് പ്രാദേശിക കക്ഷികൾ എന്നിവ ഉൾപ്പെടുന്ന വിശാല മുന്നണിയായിട്ടാണ് അത് പോകുന്നത്. ഇത് നഗര ഗ്രാമപ്രദേശങ്ങളിലൂടെ DMKയുടെ ആഴത്തുള്ള അടിത്തറ ശൃംഖല ഉണ്ട്. അവിടെ വളരെ ശക്തമായി DMK ശക്തമാണ്. 26 തെരഞ്ഞെടുപ്പിൽ ക്ഷേമ വിതരണ മാതൃകയെ ആസ്ഥാനമാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കുട്ടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ പൊതുഗതാഗതവും വ്യാവസായിക കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹ്യനീതി എന്നിവയിൽ വളരെ വലിയ തോതിലാണ് DMK മുന്നണി ആളുകൾക്ക് വേണ്ടിയിട്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. വാഗ്ദാന പെരുമഴ തന്നെ DMK വച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ADMKയുടെ സഖ്യമാണെങ്കിൽ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ADMK അവിടെ ഉണ്ട്. അദ്ദേഹം സംസ്ഥാനത്തെ പ്രധാന ഒരു വെല്ലുവിളി തന്നെയാണ്. പശ്ചിമ ബംഗാളിലും തെക്കൻ മേഖലയുടെ ചില ഭാഗങ്ങളിൽ ADMKയ്ക്ക്, പശ്ചിമ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തെക്കൻ മേഖലയുടെ ചില പ്രദേശങ്ങളിലും ADMKയ്ക്കും ഇപ്പോൾ ശക്തമായ വേരോട്ടമുണ്ട് എന്ന്, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള സംഘടനാ പാഠവും പിന്നെ എടപ്പാടി പളനിസ്വാമിക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. വിലക്കയറ്റവും ക്രമസമാധാന പ്രശ്നങ്ങളും ചില ഗ്രാമീണ മേഖലയിലെ പൊതുജനങ്ങളുടെ അതൃപ്തി എന്നിവയെല്ലാം വെച്ചുകൊണ്ടാണ് ADMK തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. എന്തായാലും ഇതിന് പുറമെ മറ്റ് ചില കളിക്കാർ കൂടി ഈ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിജയിയുടെ പാർട്ടിയുണ്ട്, BJP ഉണ്ട്, പല പാർട്ടികളും അവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ വോട്ടുകളെയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ തമിഴ്നാട്ടിൽ വരുന്നത് ക്ഷേമവും വികസനവും തന്നെയാണ്. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ അവിടെ ഒരു വലിയ പ്രശ്നം വരുന്നിട്ടുണ്ട്. വിലക്കയറ്റം പലപ്പോഴും സ്റ്റാലിനെ ഒരു കിറാമുട്ടിയായി വന്നിട്ടുണ്ട്. വിലക്കയറ്റം, അത് ജാതി സമവാക്യങ്ങൾ അവിടെ ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ പുതിയ നേതൃത്വം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചാൽ ഒരുപക്ഷെ BJP ADMK സഖ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ സ്റ്റാലിൻ നിർവഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഭരണസമിതി വരണം എന്ന് അവർ ചിന്തിച്ചാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയുന്നു. മെയ് 4 തന്നെ അതും അറിയാം. ഏപ്രിൽ 23 അവിടെ 234 മണ്ഡലങ്ങളിൽ ആവശ്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട തെക്കെന്നും വടക്കെന്നും പടിഞ്ഞാറും കിഴക്കെന്നൊക്കെ പറയുന്ന തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ല അടിയൊഴുക്കുമുണ്ട്, അതുപോലെ തന്നെ അടിത്തറയുമുള്ള ഒരു പ്രദേശമാണ്. തീർച്ചയായും പിന്നെ എന്താണ് തമിഴ്നാട്ടിൽ നടക്കുകയെന്ന് നമുക്ക് മെയ് 4 തിരിച്ചറിയാം. എന്തായാലും ഏപ്രിൽ മാസം 23 തീയതിയാണ് തിരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത്.